ദൈവം നമ്മെ ഒരു പ്രത്യേക ദൗത്യത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള അറിവ് നമുക്ക് വേണം. 1 പത്രോസ് 2:9 അന്ധകാരത്തിൽ നിന്നും അത്ഭുതപ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതെ, വിളിക്കപ്പെട്ടതിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. 2, നാം വിളിക്കപ്പെട്ടിരിക്കുമ്പോൾ ദൈവം നമുക്ക് വ്യക്തമായൊരു പദവി നൽകിയിരിക്കുന്നു. അതെ, അന്ധകാരത്തിൽ കിടന്ന നമ്മെ അത്ഭുത പ്രകാശത്തിലേക്കാക്കി വെച്ചു. ഇരുട്ടിൻ്റെ അവകാശത്തിൽ നിന്ന് അത്ഭുതത്തിൻ്റെ വഴിയിലേക്ക് ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. നമ്മളുടെ വിളിയെക്കുറിച്ച് വ്യക്തമായൊരു അറിവ് നമുക്കുണ്ടാകണം. ഉന്നതമായ വിളി, മഹൽത്തരമായ വിളി. അതെ, വിളിക്കപ്പെട്ട ഞാനും നിങ്ങളും വ്യക്തമായൊരു തിരിച്ചറിവ് പ്രാപിക്കേണ്ടിയിരിക്കുന്നു. എന്തെന്ന് ചോദിച്ചാൽ, പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം, നാം ദൈവത്താൽ വിളിക്കപ്പെട്ട് പ്രത്യേക സമ്പത്തായി നിലനിർത്തിയിരിക്കുന്നു. അതെ, ദൈവം നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളെ തിരിച്ചറിഞ്ഞ് നാം ജീവിച്ചാൽ സകല ജാതികളിലും വെച്ച് നാം ഉയർത്തപ്പെട്ടവരാണ്. അതെ, ഒരു പ്രത്യേക സമ്പത്താണ്. പിന്നെയും സങ്കീർത്തനം 4:3 യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു. അതെ, ഒരു ദുഷ്ടനും കാണാൻ കഴിയാതെ വണ്ണം, ഒരു ശത്രുവിനും തൊടാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ രക്ഷാവലയത്തിൻ കീഴിൽ നാം പ്രത്യേക ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അത് തിരിച്ചറിഞ്ഞ് ഓരോ ദിവസവും വിശ്വാസത്തിലും ഭക്തിയിലും ദൈവകൃപയിലും നാം ജീവിക്കേണ്ടുന്നത് ആവശ്യമാണ്. അതിനായി നമുക്കൊരുങ്ങാം. വിളിയെയും തിരഞ്ഞെടുപ്പിനെയും ഉറപ്പാക്കാം. വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയാം. അത്ഭുത പ്രകാശത്തിൽ നിലനിൽക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.